റീസെൻ്റ് ആയിട്ട് കണ്ടൊരു സംഭവം താങ്കളുടെ പാസ്പോർട്ട് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് ഒരു സർക്കാർ ജീവനക്കാരനും സർക്കാർ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളും പാസ്പോർട്ട് പുതുക്കാനായിട്ട് ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള NOC വേണമല്ലോ. അപ്പം ആ ഒരു NOC താങ്കൾക്ക് തന്നില്ല, താങ്കൾക്ക് പാസ്പോർട്ട് പുതുക്കാൻ സാധിച്ചില്ല. അത് കാരണം 1-2 പ്രോഗ്രാംസിന് പോകാനായിട്ട് പറ്റിയില്ല എന്നൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടിരുന്നു. അതൊക്കെ ശരിക്കും ക്രൂരതയല്ലേ? ലൈക്ക് യു ആർ നോട്ട് എ ക്രിമിനൽ. നിങ്ങളൊരു ഒരു കോടതിയുടെ മുന്നിൽ ഒരു ക്രൈം ചെയ്തിട്ട് വിചാരണ നേടുന്നൊരു കുറ്റവാളിയല്ല. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ്. ഇതൊക്കെ ശരിക്കും വലിയൊരു ക്രൂരതയല്ലേ ഇത്രയൊക്കെ ചെയ്യുന്നേ? സി നമ്മൾ മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. നമ്മളൊക്കെ ലോ കോളേജിൽ പഠിക്കുന്ന ബേസിക് ഒരു കേസാണ്. അതെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ്. എന്താണെന്ന് വെച്ചാൽ മനേകാ ഗാന്ധിയുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചതാണ് ആ കേസ്. അപ്പോൾ അന്ന് അതിൽ സുപ്രീം കോടതി പറഞ്ഞാണ് റൈറ്റ് ടു മൂവ് അറൗണ്ട് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ പാസ്പോർട്ട് ചുമ്മാ അങ്ങനെ പിടിച്ചു വയ്ക്കാനോ ഇതൊന്നും ചെയ്യാൻ നിർവാഹമില്ല, അതൊരു ബേസിക് റൈറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. ഈ സുപ്രീം കോടതിയും സുപ്രീം കോടതി വിധികളും അറിയാത്ത വ്യക്തികൾ ചീഫ് സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ കാണുന്നത്. കാരണം റുട്ടീനായിട്ട് നമ്മുടെ ഇപ്പം ഞാനും ഇത് ഓഫീസിലുണ്ടാകുമ്പോൾ നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ പാസ്പോർട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ NOC എന്നൊക്കെ പറഞ്ഞാൽ 5 മിനിറ്റാണ്. നമ്മൾ 5 മിനിറ്റിൽ കൊടുത്തു വിടുന്ന മാറ്ററാണ്. ഇതിപ്പോൾ എത്ര മാസമായെന്ന് എനിക്കറിയില്ല, അദ്ദേഹം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പവർ കാണിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഫയൽ കൈ കിട്ടുമ്പോൾ അതിലെങ്ങനെ ഉപദ്രവിക്കാം എന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്ന വ്യക്തികൾ അധികാര സ്ഥാനത്ത് എത്തുമ്പോൾ ഇത് സ്വാഭാവികമാണ്. ഓക്കെ, പാർട്ട് ഓഫ് ദ ഗെയിം. ഇപ്പോൾ ചില ട്രിപ്പുകൾ മിസ്സായി. ട്രിപ്പുകളെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. അതുമാത്രമാണ് ചെറിയൊരു ഇതുണ്ടായിരുന്നത്. കാരണം നമ്മൾ സ്കൂളിൽ എല്ലാവരും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് കൊളംബോയിൽ കൂടിയത്. ദാറ്റ് ഐ മിസ്ഡ് ഔട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുമ്പോഴത്തേക്കും ഇത് പല ആൾക്കാരും പല രീതിയിലെടുക്കും. ഇത് ആക്ച്വലി ഇപ്പം ഇവർ തമ്മിലുള്ള ഇഷ്യൂ, സിസ്റ്റവുമായിട്ടുള്ള ഒരു പ്രോബ്ലം, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രതികരിക്കുന്നതാണ്. സോ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് മറുഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഐ ഓൾസോ ഇൻവൈറ്റ് അതർ പീപ്പിൾ ഓൾസോ. കാരണം ഓഫ് കോഴ്സ് രണ്ട് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അവർക്ക്. ഇൻഫാക്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഡോക്ടർ ജയതിലക് ഏത് മാളത്തിലാണെന്ന് എനിക്കറിയില്ല. ഈസ് ടോട്ടലി ലൈക്ക് അവോയ്ഡിങ് എനി ഡിസ്കോഴ്സ് വിത്ത് മീഡിയ ചോദിക്കാനും പോകുന്നില്ലല്ലോ. കാരണം ഈ പറഞ്ഞ കൂട്ട് വളരെ അബലനും അല്ലെങ്കിൽ വളരെ ഈ പദമുള്ളിടം പാതാളം എന്നൊക്കെ പറഞ്ഞെടുത്ത് ഈ കോലും കുത്തിക്കൊണ്ട് പോയി ചോദിക്കുന്നത് കാണാം. താങ്കൾ വീണ്ടും വീണ്ടും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ഫാക്ട് പറയണല്ലോ. കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മാധ്യമക്കാർക്ക് വിഷമം വരും. എല്ലാവർക്കും ഫാക്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എതിരെ ഒരു അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം വന്നിട്ട് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചു? ഏതെങ്കിലും ഒരു മീഡിയ ഹൗസും മൈക്കും കൊണ്ട് പോയി ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? കാണില്ല. കാരണം ഇതിൽ പല സീനിയർ മീഡിയ പേഴ്സണലും ഇവർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫയലുകളും ഒക്കെ ഇറ്റ്സ് നൗ ഇൻ ഹിസ് കൺട്രോൾ. സോ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സാധനമുണ്ട്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു സീ ഹിം സ്പീക്ക് ഔട്ട്. ഇപ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് വായ തുറന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. വാട്ട് ഹി ഹാസ് ടു സേ ഓൺ ഓൾ ദിസ്. കാരണം ഐ നോ ഹീസ് എംബാരസ്ഡ്. ഇതൊന്നും പിടിക്കപ്പെടും എന്ന് അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ച് കാണില്ല, തിരിച്ച് സംസാരിക്കുന്നു വിചാരിച്ച് കാണില്ല. കാരണം ഇദ്ദേഹത്തിന് ഒത്തിരി വിക്ടിംസ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളവരുണ്ട് ഹു ഓൾ ലൈക്ക് ടുക്ക് ഇറ്റ് ലൈക്ക് അങ്ങനെ അങ്ങ് സഹിച്ചു പോയ ആൾക്കാരാണ്. മാതൃഭൂമിയുമായിട്ട് ഒരു പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ. അതായത് മാതൃഭൂമിയിൽ വന്ന ഏതാനും വാർത്തകൾ വ്യാജ വാർത്തകളാണ് എന്ന് താങ്കൾ അത് കോടതിയിൽ പോയി തെളിയിച്ച് താങ്കൾക്കെതിരെ ഒരു അനുകൂലമായിട്ടുള്ള ഇൻജങ്ഷൻ വന്ന് ആ വാർത്തകൾ റിമൂവ് ചെയ്യിപ്പിച്ചു ഒരു മാധ്യമത്തിൽ നിന്നും, അല്ലേ? അത് ശരിക്കും വലിയൊരു കാര്യം. കാരണം ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. അതിൽ വ്യാജ വാർത്തകളുണ്ട്, നല്ലതായിട്ടുള്ള വാർത്തകളുണ്ട്. പല മാധ്യമങ്ങളും, ഈവൻ ഓൺലൈൻ മാധ്യമങ്ങളിലും അല്ലാതെ പ്രിന്റഡിലും എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒന്ന് പറയാമോ, അതെങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളത്? അത് ഈ പറഞ്ഞ വിഷയം തന്നെയാണ്. അതായത് ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണനും കൂടെ ഗൂഢാലോചന നടത്തിയിട്ട് ഈ പറഞ്ഞ കൂട്ട് വളരെ ലേറ്റർ ഡേറ്റിൽ കള്ളത്തരത്തിൽ അപ്ലോഡ് ചെയ്ത്, അത് ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റാഡാറ്റ വെച്ചാണ് നമ്മൾ പൊക്കിയത്. അപ്പോൾ ഈ ഡോക്ടർ ജയതിലക് സ്വന്തമായിട്ട് രഹസ്യമായിട്ട് എനിക്കെതിരെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് വെക്കുന്നു. എന്നിട്ട് ഈ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ ആരും ഓതറൈസ് ചെയ്തിട്ടുമില്ല ഇങ്ങനെ ഒരു അന്വേഷണം നടത്താനോ ഒന്നുമില്ല. ഹീസ് നോബഡി ആക്ച്വലി. പുള്ളിക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല. പക്ഷെ പുള്ളി ഒരു കടലാസം ഉണ്ടാക്കി. ഇതുണ്ടാക്കിയിട്ട്
മാതൃഭൂമിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ വിവരാവകാശം ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെന്ന് പുള്ളിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഓ അപ്പോൾ വിവരാവകാശം ഇടുന്ന ആളെങ്ങനെ അറിഞ്ഞത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും? അപ്പോൾ വിച്ച് മീൻസ് ഇദ്ദേഹം പറഞ്ഞിട്ടാണ്, ഇദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്നിട്ട് RTIയിൽ ഇട്ടിട്ട് RTIയിൽ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു. RTIയിൽ ഇപ്പോൾ നമ്മൾ സാധാരണക്കാരെ ഒരു RTI ഇട്ട് കഴിഞ്ഞാൽ അന്വേഷണ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പറയും അന്വേഷണം പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നാണ് പറയാം. ഇത് എടുത്ത് ചാടി അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നു. ഇത് വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ട് ഒരു ഫേക്ക് ന്യൂസും അടിച്ചു. ഇത് ഫേക്ക് ന്യൂസ് അടിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താൽക്കാലികമായിട്ട് ഞാൻ കൃഷി വകുപ്പിലായിരുന്നല്ലോ, അപ്പോൾ താൽക്കാലികമായിട്ട് എനിക്ക് അഡീഷണൽ ചാർജ് വന്നു. അഡീഷണൽ ചാർജ് വന്നപ്പം ഞാൻ കേട്ടതെന്താണെന്ന് വെച്ചാൽ ഇവർ അത്യാവശ്യം പാനിക്കായി എന്നാണ്. കാരണം ഞാൻ വീണ്ടും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഇവരവിടെ ചെയ്ത അഴിമതികളുടെ സംബന്ധിച്ച ഫയൽ മൊത്തം എനിക്കറിയാമല്ലോ. അപ്പം ഞാനത് ഏതെങ്കിലും എടുത്തിട്ട് അന്വേഷണത്തിന് ഉത്തരവിടും എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. വളരെ പാനിക്കാവുകയും മാതൃഭൂമിയായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു ഫേക്ക് വാർത്ത ഇടുകയും ചെയ്തു. ഈ വാർത്തക്കെതിരെയാണ് ഞാൻ ഫയൽ ചെയ്യുകയും ഈ ഫേക്ക് ന്യൂസ് എടുത്തു മാറ്റാൻ ഉത്തരവാവുകയും ചെയ്തത്. ഇതിൽ തുടർ നടപടികൾ ഇനിയും എടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ക്രിമിനൽ നടപടി ഉൾപ്പെടെ വേണ്ടി വരും. കാരണം ഫയലിനകത്തുള്ള തിരിമറിയാണല്ലോ. സർക്കാർ ഡോക്യുമെൻ്റ് ഫോർജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. സീനിയർ ലെവലിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അത് അറിയാതെ നിഷ്കളങ്കമായിട്ട് ചെയ്തൊന്നുമല്ലല്ലോ. സോ ദാറ്റ് വിൽ ഹാവ് ടു ബി ടേക്കൺ കെയർ ലീഗലി. ഓക്കെ.